ഹലോ എവരി വൺ, ദിസ് ഇസ് ബൈസിൽ. വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ ഫ്രേസ് മീൻസ് ലെറ്റ് ദ ബയർ ബിവെയർ. ഞാൻ പറഞ്ഞു, അതായത് 40 മുതൽ 50 വരെ ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളിൽ എത്രാമത്തെ ലീഗൽ വൊക്കാബുലറിയാണ് ഈ വരുന്നത് എന്ന് നിങ്ങൾ കണ്ടോ? അപ്പം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്ന ഫ്രേസിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. ഇത് പ്യുവർ ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. പ്യുവർ ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്ന പാറ്റേണിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കാവിയറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന പാറ്റേൺ ആണ്. കാവിയറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദ ബയർ ബിവെയർ. ദിസ് ഈസ് ദ പാറ്റേൺ. നമ്മൾ ഒരു കാവിയറ്റ് വാങ്ങിക്കാൻ പോവുകയാണ് എന്ന് ഓർത്താൽ മതി. നമ്മളൊരു കാറോ അല്ലെങ്കിൽ ഒരു കാവിയറ്റോ വാങ്ങിക്കാൻ പോകും. എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കാറായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നുന്നു, ആണല്ലോ. സോ ഒരു കാവിയറ്റ് അല്ലെങ്കിൽ ഒരു കാറ് നിങ്ങൾക്ക് എങ്ങനെ ആലോചിക്കുക. കാറ് വാങ്ങിക്കാൻ പോവാം. എന്താണ് ഇതിൻ്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞുതരാം. ലെറ്റ് ദ ബയർ അവെയർ എന്ന് പറയുന്നത്, നമ്മളൊരു കാറ് മേടിക്കാൻ പോവുക. അപ്പോൾ കാറുകാരൻ കാറ് കാണിച്ചു, നമ്മൾ കണ്ട കഴുകിയ കൊള്ളാം, പുള്ളി മറ്റേ കഴുകിയൊക്കെ ഇട്ടേക്കുക, കാറ് കഴുകി പോളിഷൊക്കെ ചെയ്തിട്ടേക്കുക. നമ്മൾ കണ്ട കഴുകിയ കൊള്ളാം, നല്ല വണ്ടിയാണ്. പുള്ളി പറഞ്ഞ പൈസയും കൊടുത്ത് നമ്മൾ കുറച്ച് ബാർഗിനൊക്കെ ചെയ്ത് ഇത്രയും രൂപയ്ക്ക് തരാൻ പറ്റും സെറ്റ് ചെയ്ത് കയ്യൊക്കെ കൊടുത്ത് നമ്മൾ സാധനം കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് എഗ്രിമെൻ്റൊക്കെ എഴുതി കാറ് വാങ്ങിച്ച് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് കാർ എടുക്കുമ്പോൾ വണ്ടി ഓടുന്നില്ല, കാർ അനങ്ങുന്നില്ല, കാർ ഓടുന്നില്ല. നമ്മൾ എന്ന് അവരോട് പറയാം, ഇത് എന്ത് പണിയാണ് കാണിച്ചാൽ ഞങ്ങളെ പറ്റിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് പറയുക ഇപ്പം? അപ്പോൾ അയാൾ പറയും കാവിയറ്റ് എംപ്റ്റർ എന്ന് പറയും. അതായത് ലെറ്റ് ദ ബയർ ബിവെയർ. കാർ മേടിക്കാൻ ചെല്ലുമ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ത്, ആ കാർ ഓടുന്ന വണ്ടിയാണോ, അത് നല്ല വണ്ടിയാണോ, ഇവൻ നമ്മളെ പറ്റിക്കുവാണോ എന്നൊക്കെയുള്ള കാര്യം തിരിച്ചറിയാൻ. അല്ലാതെ എല്ലാം കഴിഞ്ഞ് എഗ്രിമെൻറ്റും കഴിഞ്ഞ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചതല്ലേ എന്നുള്ള കാര്യം നമുക്കവിടെ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയുമ്പം അവർ കേസിന് പോയി കഴിഞ്ഞാൽ കോടതി പറയും കാവിയറ്റ് എംപ്റ്റർ ആണ്, അതായത് വാങ്ങിക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പാറ്റേൺ. അപ്പോൾ ഇതാണ് എന്ത് ലീഗൽ ടേംസിൽ നമുക്ക് എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്ന പാറ്റേൺ, കാവിയറ്റ് എംപ്റ്റർ. ലീഗൽ ടേംസ് എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ലീഗൽ ടേംസ് ആണ്. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കെല്ലാം നോക്കാം. ക്വിഡ് പ്രോ ക്യൂ. ക്വിഡ് പ്രോ ക്യൂ, വാട്ട് ഇറ്റ് മീൻസ്? ക്വിഡ് പ്രോ ക്യൂ, സംതിങ് ഈസ് ഫോർ സംതിങ്. ഇതാണ് എന്ത് ക്വിഡ് പ്രോ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് ഫോർ സംതിങ്. സംതിങ് ഈസ് ഫോർ സംതിങ്, അതായത് ഒരു കാര്യത്തിന് മറ്റൊരു കാര്യം, എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്താൽ അതിന് പരിഹാരമായിട്ട് മറ്റൊരു കാര്യം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞാണ് ക്വിഡ് പ്രോ ക്യൂ. എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ക്വിക്കായിട്ട് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു, അയാൾ തിരിച്ചൊരു സാധനം നമ്മൾ ചെയ്യുന്നു. ക്വിക്ക് എളുപ്പത്തിൽ കിട്ടൂല. അപ്പം ക്വിഡ് പ്രോ ക്യൂ, സംതിങ് ഈസ് ഫോർ സംതിങ്, ക്വിഡ് പ്രോ ക്യൂ, പെട്ടെന്ന് എന്ന് പറയുന്ന ക്വിക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അവിടെ നിന്നിട്ട്. പാരി പശു. പാരി പശു, ഈക്വലി എന്നാണ്. ഈക്വലി, ഈക്വലി എന്ന് പറയുന്നതാണ് പാരി പശു. ഇങ്ങനെ ഓർക്കാൻ പറ്റും, എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? അതായത് ഇപ്പം 1 ലിറ്റർ പാലിന് എന്താ വില? പശുവായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. നമുക്ക് പശുവായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. 1 ലിറ്റർ പാലിന് എന്താ വില? 60 രൂപ. 60 രൂപയാണ്. മിൽമയുടെ പാക്കറ്റിന് 500 മില്ലിയുള്ള പാക്കറ്റാണല്ലോ മിൽമ വിൽക്കുന്നത്, അതിന് 30 രൂപ, അതായത് 1/2 ലിറ്റർ. പണ്ട് 28 രൂപയായിരുന്നു, ഇപ്പം 30 രൂപയായി. ഈ 28 രൂപയായിരുന്നപ്പോഴും നമ്മൾ സൊസൈറ്റി ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1/2 ലിറ്റർ പാലിന് 30 രൂപയാണ്. പണ്ട് 30 രൂപയായിരുന്നു. സൊസൈറ്റിയിൽ ഇപ്പോഴും മാറ്റമൊന്നും ഉണ്ടായില്ല, ഇപ്പോഴും സെയിം പാറ്റേൺ. മിൽമ പക്ഷേ 30 ആയി, ഈക്വൽ ആക്കിയില്ലേ? മിൽമയ്ക്ക് ഈക്വൽ, സൊസൈറ്റിക്ക് ഈക്വൽ. പാരി പശു ഈക്വലി, ഈക്വലി ആണ് എന്നുള്ള കാര്യം ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പാറ്റേൺ ആണ് പാരി പശു ഈക്വലി എന്ന് പറയുന്ന പാറ്റേൺ. സത്യത്തിൽ ഇത് പശുവുമായിട്ട് യാതൊരു ബന്ധവും അല്ലെങ്കിൽ മിൽമയുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ ഈക്വൽ പാറ്റേൺ ആണ് എന്നൊക്കെ പറയാൻ വേണ്ടിയാണ്, നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു മെത്തേഡാണ്. അടുത്ത ക്യുവോ വാഡിസ്. ക്യുവോ വാഡിസ്, നമ്മൾ വാടി എന്ന് പറഞ്ഞത് എവിടെ പോവാടി? വാടിങ്, നീ എവിടെ പോവാ? വാടി, 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 കണ്ടോ? സോ വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ഇതല്ലേ വേർ ആർ യു ഗോയിങ്?
നീ എവിടെ പോവാണ്, വാടി എന്ന് പറയുന്ന കണക്ഷൻ കിട്ടും. വേർ ആർ യു ഗോയിങ്, വാടി എന്ന് പറയുന്ന പാറ്റേണിൽ കിട്ടും. ഡീലാണ്, തെറ്റിപ്പത്തില്ലല്ലോ, എളുപ്പത്തിൽ ഓർത്തിരിക്കാമല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. വെൽ, ഹൗ ഡാഷ് ഡിഡ് യു വർക്ക് ദെയർ, ഹൗ ഡാഷ് ഡിഡ് യു വർക്ക് ദെയർ, എത്ര നാള് എന്ന് പറയുന്ന പാറ്റേൺ ആണല്ലോ. എത്ര നാള് നീ അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ അവിടുത്തെ വിഷയം. ഹൗ ഫാർ എന്ന് പറയുമോ, ഫാർ എന്താണ്, ദൂരത്തെ പറയാനാണ്. വളരെ സിമ്പിളാണ്, എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എളുപ്പത്തിൽ ഗ്രാമറിൽ നിന്നൊരു ചോദ്യം വന്ന പാറ്റേൺ ആണ്. അതായത് ദൂരം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഫാർ ഉപയോഗിക്കുന്നത്. എത്ര നാള് അവിടെ ജോലി ചെയ്യും എന്നുള്ള പാറ്റേൺ, അല്ലെങ്കിൽ എത്ര നാള് നിങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ലോങ് ആണ്. സോ ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദെയർ, നിങ്ങൾ എത്ര നാള് അവിടെ ജോലി ചെയ്തു എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗ ലോങ് ആണ്. വെൽ, അടുത്ത എ ഗ്രാമാറ്റിക്കലി അപ്രോപ്രിയേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻ ഹൗ ഓഫൻ ഡു യു വിസിറ്റ് യുവർ ഹോം ടൗൺ ബൈ എ പേഴ്സൺ ഹു വിസിറ്റ്സ് ഒക്കേഷണലി ഓർ അറ്റ് ഇൻഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്. ഞാൻ പറഞ്ഞു, നമ്മൾ കേരള PSC എക്സാമിനേഷനും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനേഷനോ അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ എക്സാമിനേഷനിലോ ഇംഗ്ലീഷിൽ നിന്ന് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് മാറുന്ന പാറ്റേണുകളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ, ഇപ്പം ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, ഇത് കേരള PSCയുടെ പാറ്റേൺ ആണ്. ഫില്ലേഴ്സ് ക്വസ്റ്റ്യൻസിൽ സാധാരണഗതിയിൽ ഗ്രാമർ ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ കേരള PSC ജനറൽ എക്സാമുകൾക്കൊന്നും ചോദിക്കാറില്ല. ടീച്ചേഴ്സിൻ്റെ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്, അല്ലാതെ ജനറൽ എക്സാംസിനൊന്നും ചോദിക്കാറില്ല. ഗ്രാമാറ്റിക്കലി അപ്രോപ്രിയേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ റെസ്പോൺസ്, ട്രൂത്ത്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കൃത്യമായി നമുക്ക് നൽകാൻ പറ്റുന്ന മറുപടി എന്താണ് എന്ത് ചോദ്യത്തിന് ഹൗ ഓഫൻ ഡു യു വിസിറ്റ് യുവർ ഹോം ടൗൺ, നിങ്ങൾ എത്ര തവണ, ഹൗ ഓഫൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എത്ര തവണ നിങ്ങൾ നാട്ടിൽ പോകാറുണ്ട് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര തവണ നാട്ടിൽ പോകാറുണ്ട്, ഇതിന് കൃത്യമായി മറുപടി പറയണം. എന്താണ് മറുപടി? മറുപടി എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി എന്നുള്ളതാണ്. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നമ്മൾ പോകും എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഒക്കേഷണലി എന്നുള്ള കാര്യം ആണല്ലോ. അല്ലെങ്കിൽ ഇൻഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്, ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് എന്ന് വെച്ചാൽ സ്ഥിരമായുള്ള ഇൻ്റർവെൽസ് എന്നുള്ള, ഇൻഫ്രീക്വൻസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, വല്ലപ്പോഴും എന്ന് പറയുന്ന പാറ്റേൺ. ഇതാണ് നമുക്ക് മറുപടി കിട്ടേണ്ടത്. ഈ മറുപടിക്ക് ഉപയോഗിക്കേണ്ട ഫ്രേസസ് പാറ്റേൺ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓൺലി വൺസ് ആസ് ഓഫൺ, ഈ ഒരു യൂസേജ് ഇംഗ്ലീഷിൽ ഇങ്ങനൊരു യൂസേജ് ഇല്ല. ഇംഗ്ലീഷിൽ ഓൺലി വൺസ് ആസ് എ ഓഫൺ എന്ന് പറയുന്ന യൂസേജ് തന്നെ ഇല്ല. അതായത് പൊട്ടത്തെറ്റാണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന പാറ്റേൺ. പൊട്ടത്തെറ്റാണ്. എവർ സോ ഓഫൺ ഇങ്ങനൊരു യൂസേജും ഇംഗ്ലീഷിലില്ല. നോട്ട് ആസ് ഓഫനും ഉണ്ട്, എവറി സോ ഓഫനും ഉണ്ട്. രണ്ടും കറക്റ്റ് യൂസേജ് ആണ്, യൂസേജുകൾ കറക്റ്റാണ്. പക്ഷേ എക്സാമിന് ഇതിനകത്ത് ഒരെണ്ണമാണ് ശരി. ഞാൻ പറഞ്ഞത് നമുക്കൊരു കാര്യം കാണുമ്പോഴേ എലിമിനേറ്റ് ഇങ്ങനെ യൂസേജേ ഇംഗ്ലീഷിലില്ല എന്ന് പറയുന്ന പാറ്റേൺ ആണ്. എവർ സോ ഓഫൺ എന്ന് പറഞ്ഞൊരു വേർഡില്ല, ഓൺലി വൺസ് ആസ് ഓഫൺ എന്ന് പറയുന്ന യൂസേജും ഇല്ല. അല്ലേ, നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ പറഞ്ഞ സാധാരണഗതിയിൽ ഇഡിയം പാറ്റേൺ പഠിക്കാറുണ്ട്. റയർലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അതല്ല, റയർലി അല്ല അവർ പറയുന്നത്, ഒക്കേഷണലി എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഇവിടെ പറയുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സി ഇഡിയംസ് നിങ്ങൾ ഇനി ചെല്ലുമ്പോൾ കാണാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടി, ഞാൻ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിൻ്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാത്രമല്ല, ഇംഗ്ലീഷിൻ്റെ SSC CGL CHSL ബാങ്കിങ്ങിൻ്റെ എക്സാമിനേഷൻ, MTS, കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്സാംസ് ആയ കാസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ, ഇനി പോട്ടെ 10ാം ക്ലാസ് യോഗ്യതയുള്ള LD എക്സാമിനേഷൻ, അതൊക്കെ താഴെ ഇനി കേരള PSC നടത്തുന്ന LGS ആണ്, ഇംഗ്ലീഷ് ഇല്ല. അതായത് കേരള PSC നടത്തുന്ന ഏറ്റവും ചെറിയ എക്സാമായ LD എക്സാം തൊട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ AFCAT, CDS, NDA, SSCയുടെ CGL ഏത് പാറ്റേണിലും ഇഡിയമാണ്. ഇഡിയം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഉണ്ടാവുമല്ലോ. എല്ലാ എക്സാമിനേഷനും ഉണ്ടാവുന്നതുകൊണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് എന്തുണ്ടാവും, ഇഡിയംസിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇഡിയം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇഡിയംസ് മീൻസ് ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഞാൻ എല്ലാം ഷോർട്ട് കട്ട് ഇട്ട് പറഞ്ഞു തന്നെയാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് വാട്ട്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്? നമ്മൾ അപൂർവങ്ങളിൽ അപൂർവം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാറ്റേണാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവം നടക്കുന്ന കാര്യം. നമ്മൾ ഈ അടുത്ത് നിങ്ങൾ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടു കാണും. അതായത് ബ്ലൂ മൂൺ ആണ് എന്നുള്ളത് എല്ലായ്പ്പോഴും വരും. എല്ലാ ദിവസവും രാത്രി നിങ്ങൾ നോക്കും ബ്ലൂ മൂൺ ആണ്, അല്ല വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാകും. സോ റെയർലി ആയിട്ട് നടക്കുന്ന പാറ്റേൺ ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം നമുക്കിടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ പാറ്റേൺ വരുന്നത് എവ്രി സോ ഓഫൻ എന്ന് പറയുന്ന പാറ്റേൺ ആണ്. എവ്രി സോ ഓഫൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫൻ സീ ദ പാറ്റേൺ,
ഒക്കേഷണലി എന്ന് പറയുന്നത്. നോട്ട് ആസ് ഓഫൺ എന്ന് വെച്ചാൽ പണ്ട് സ്ഥിരമായി പോകുമായിരുന്നു, ഇപ്പം അത്ര സ്ഥിരമായി പോകുന്നില്ല, ഓഫൺ ആയിട്ട് പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ സ്ഥിരമായി പോകുന്ന പാറ്റേണുള്ള ബൈ പേഴ്സൺ ഹൂ വിസിറ്റ് ഒക്കേഷണലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്, ഒക്കേഷണലി ഓഫൺ പോകുന്നു, ഒക്കേഷണലി എവറി സോ ഓഫൺ. സോ എവറി സോ ഓഫൺ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാറ്റേണിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം പിടിയിട്ടല്ലോ. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ദ ഇൻറ്റൻസ് ഫിയർ ഓഫ് ദ നമ്പർ 13. 13 എന്ന് പറയുന്ന നമ്പർ കാണുമ്പോൾ പേടിക്കുന്ന ആളുകൾ. നിങ്ങൾ ഇത്തവണ മന്ത്രിസഭ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടു കാണും 13-ാം നമ്പർ എന്ത് കാറിൻ്റെ നമ്പർ 13-ാമത്തെ നമ്പർ എടുക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു. ആർക്കും വേണ്ട എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു ദുശകുനം പിടിച്ച നമ്പറാണ് എന്നുള്ളത് നാട്ടിലൊരു പറയുന്ന പാരാണ്. ഞാൻ നേരത്തെ ഒരു വേർഡ് യൂസ് ചെയ്ത് തന്നായിരുന്നു അതിന്. മർഡർ ഓഫ് ക്രോ അടിപ്പിച്ചപ്പോൾ ബാഡ് വുമൻ എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ സോ ദുശകുനം പിടിച്ചൊരു വേർഡാണ് എന്ന് പൊതുവെ പറയാറുള്ള ഒരു പാറ്റേൺ ആണ് 13 എന്ന് പറയുന്നത് ആണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു കെ എം ഷാജിയാണ് എന്ന് തോന്നുന്നു എടുത്തിരിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. 13 ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. വെൽ, ആദ്യ സമയങ്ങളിൽ ന്യൂസിലൊക്കെ കണ്ടു ആർക്കും വേണ്ട എന്നുള്ളത്. സോ 13 എന്ന നമ്പറിലൊരു പേടിയുണ്ട് ആൾക്കാർക്ക്. ക്ലിത്രോഫോബിയ, ക്ലസ്ട്രോഫോബിയ, ട്രിസ്കൈഡോകാഫോബിയ, അലക്സ്ട്രോഫോബിയ. എന്താണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്? സോ ഇതിൽ ഏതാണ് ഈ വേർഡ് എന്ന് പറയുന്നത്? നമുക്ക് എളുപ്പത്തിൽ കിട്ടും ആണല്ലോ. സി, ട്രൈ എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വെൽ, ട്രൈ സ്കൈഡ കാഫോബിയ. ഫോബിയ മീൻസ് എവറിത്തിങ് ഇസ് ഫീവർ. അതാണ് നമ്മൾ റൂട്ട് വേർഡ് സ്റ്റഡിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. വൊക്കാബുലറിയിൽ നിന്നുള്ള എഗെയിൻ ക്വസ്റ്റ്യൻസ് ഫോബിയ, റൂട്ട് വേർഡ് സ്റ്റഡിങ്. സോ ഹിയർ ഇറ്റ് ഇസ് ട്രൈ സ്കൈ ഡെസ്കാഫോബിയ ആണ് എന്ത് 13-മായി ബന്ധപ്പെട്ട്. നമുക്ക് എങ്ങനെ കിട്ടും? സി, 3 എന്ന് പറയുന്ന വേർഡ് 13-ലുണ്ടല്ലോ. 3 എന്ന് പറയുന്ന വേർഡ് ഞാൻ റൂട്ട് വേർഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ട്രൈ റൂട്ട് വേർഡിങ്ങിനകത്ത് പഠിപ്പിച്ചൊരു പാറ്റേൺ ആണ് ട്രൈ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ റൂട്ട് വേർഡ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ ബൈഗമി എന്നൊക്കെ പറഞ്ഞ വേർഡ് പഠിച്ചത്. ബൈഗമി 2 കല്യാണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം അന്ന് നമ്മൾ പറഞ്ഞ ബൈസൈക്കിൾ, നമ്മൾ 2 വീലുള്ളതിന് ബൈ സൈക്കിൾ എന്ന് പറയുന്ന മാറ്റം പഠിച്ചു. ട്രൈ സൈക്കിൾ 3 വീലുള്ള സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈ സൈക്കിൾ. 3 വീലുള്ള സൈക്കിളിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ട്രൈ സൈക്കിൾ എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം ട്രൈ എന്ന് പറഞ്ഞാൽ 3 നമ്മൾ സാധാരണ കൊച്ചുകുട്ടികൾ ഓടിക്കുന്ന സൈക്കിളില്ലേ, അതിനാണല്ലോ നമ്മൾ ട്രൈ സൈക്കിൾ എന്ന് പറയുന്നത്. സോ 3 വീലുള്ള സൈക്കിൾ ട്രൈ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് അവിടെ പാറ്റേൺ കിട്ടി. ട്രൈ. അപ്പോൾ ട്രൈ, ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ് എന്ന് നമ്മൾ പറഞ്ഞ പാറ്റേൺ പഠിച്ചിട്ടുണ്ട്. പോളി എന്ന് പറഞ്ഞാൽ മെനി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ സീ ദാറ്റ് 13 എന്ന് പറഞ്ഞ നമ്പർ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന പാറ്റേൺ. നമുക്ക് ബാക്കിയുള്ള വേർഡുകളിൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. സോ ക്ലിത്രോഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. വാട്ട് യു മീൻ ബൈ ക്ലിത്രോഫോബിയ? സി, ക്ലിത്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രാപ്പാണ്, നമ്മളെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് പേടിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ്. നമ്മുടെ റൂമിൽ ലോക്ക് ചെയ്തേക്കാണ്, നമ്മൾ റൂമിൽ നമ്മൾ ട്രാപ്ഡായി എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ക്ലിത്രോഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. ക്ലിത്രോഫോബിയ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? നമ്മൾ ട്രാപ്പ് ക്ലിപ്പിട്ട് വെച്ചേക്കോ നമ്മളെ എന്ന് ഓർക്കുക. ട്രാപ്പാണ്. സി, ക്ലിപ്പിട്ട് നമ്മളിങ്ങനെ വെച്ചാൽ നമ്മളൊരു ട്രാപ്പിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കുക, ഇങ്ങനെ ക്ലിപ്പിട്ട് റൂമിൽ ലോക്ക് ചെയ്തിട്ടേക്കുവാണ് എന്നാണ്. ഇതൊരു കൺഫ്യൂഷൻ ആണ്. ക്ലസ്ട്രോഫോബിയ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നൊരു വേർഡാണ് ക്ലസ്ട്രോഫോബിയ. എനിക്കൊന്ന് SSC BSc ഒക്കെ ചോദിക്കാറുണ്ട്, സ്ഥിരമായി ചോദിക്കുന്നൊരു വേർഡാണ് ക്ലസ്ട്രോഫോബിയ. എനിക്ക് അറിയാവുന്ന തോന്നുന്നു. ക്ലസ്റ്റ് എന്ന് പറഞ്ഞ പാറ്റേൺ. ക്ലോസ്ഡ് സർഫസിനെ, ക്ലോസ്ഡ് റൂംസിനെയൊക്കെ പേടിക്കുന്ന ആൾക്കാരെ ക്ലസ്ട്രോഫോബിക്. ഒരുപാട് ആൾക്കാർ വളരെ ക്ലോസ്ഡ് റൂമൊക്കെ ആകുമ്പോൾ അവർ ഭയങ്കര ടെൻസ്ഡ് ആവും, സ്കേഡ് ആവും. ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഈ ക്ലിത്രോഫോബിയ തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലിത്രോഫോബിയ ക്ലോസ്ഡ് റൂം അല്ല, റൂമിൽ നമ്മൾ ലോക്ക് ചെയ്യോ ട്രാപ്പ് ചെയ്യോ, നമ്മളെ ചതിക്കോ, നമ്മൾ ട്രാപ്പ് ചെയ്യോ ലോക്ക് ചെയ്യോ എന്ന് പറയുന്നതാണ് ക്ലിത്രോഫോബിയ. ക്ലിപ്പിടുക എന്ന് പറയുന്ന പാറ്റേൺ നമുക്ക് കൊടുത്തിരിക്കാൻ പറ്റും. ക്ലസ്ട്രോഫോബിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്ലസ്ട്രോഫോബിയ ക്ലോസ്ഡ് സർഫസിനെ പേടിയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. സോ അത് നമുക്കവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അലക്ട്രോഫോബിയ. സോ ദിസ് ഈസ് ദ പാറ്റേൺ അലക്ട്രോഫോബിയ. വാട്ട് യു മീൻ ബൈ അലക്ട്രോഫോബിയ? ഇലക്ട്രോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഹെൻ, ചിക്കൻ, റൂസ്റ്റർ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ കോഴിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാം പേടിക്കുന്നതാണ് അലക്ട്രോഫോബിയ എന്ന് പറയുന്ന പാറ്റേൺ. ഓർത്തിരിക്കാൻ എളുപ്പവഴി അങ്കവാലൻ കോഴി ആയിൽ തുടങ്ങുന്നു, കുറച്ചുകൂടി എളുപ്പം. നമ്മുടെ അലക്കല്ലില്ലേ, കോഴിയൊക്കെ വീടിൻ്റെ അലക്കല്ലിൻ്റെ അവിടെ വന്നിട്ടാണ് എന്ത് കോഴി കൊത്തി തിന്നുന്നത്, നമ്മൾ ഇട്ടേക്കുന്ന സോപ്പ് അത് ഇതൊക്കെ. അപ്പോൾ നമ്മളെ കൊത്തുവെന്നുള്ള നമ്മൾ അലക്കാൻ പോകാമെന്ന് വെച്ചു. അലക്കാൻ പോകുമ്പോൾ ദൈവമേ കോഴി കാണുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് മൈൻഡിലൊന്ന് വിഷ്വൽ ചെയ്ത് നോക്കി. നിങ്ങളുടെ വീട്ടിലെ അലക്കല്ല് നിങ്ങൾ അലക്കാൻ പോകുന്ന സമയത്ത് അവിടെ കോഴി കാണുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ നമുക്ക് ഇനി അലക്ട്രോഫോബിയ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണം. സോ അലക്ട്രോഫോബിയ മീൻസ് വാട്ട്? ഫിയർ ഓഫ് റൂസ്റ്റർ ഓർ ഫിയർ ഓഫ് hen is called അലക്ട്രോഫോബിയ.
വെൽ സി ഹൈറ്റിനെ പേടിയുള്ള ആൾക്കാർ, വാട്ട് യു മീൻ ബൈ ഹൈറ്റ്? ഹൈറ്റ് നമുക്കത് എളുപ്പത്തിൽ കണക്ട് ചെയ്ത് വെക്കാം. ഹൈറ്റ് നമ്മൾ സാധാരണ ഇതിൽ ഒളിമ്പിക്സ് കാണുമ്പം അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് കാണുമ്പം മുകളിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട് ആണല്ലോ. മുകളിൽ അക്രോബാറ്റുകൾ എന്നാണ് അതിന് പാറ്റേൺ. അക്രോബാറ്റ് അല്ലെ, ബാറ്റ് എപ്പോഴും മുകളിലല്ലേ, മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അക്രോബാറ്റ്. പക്ഷെ അക്രോഫോബിയ മീൻസ് വാട്ട്? ഫിയർ ഓഫ് ഹൈറ്റ്. ചില ആൾക്കാർ ഹൈറ്റിനെ പേടിക്കുന്ന ആൾക്കാരാണ് അക്രോഫോബിയ. ഹൈഡ്രോഫോബിയ വെള്ളത്തെ പേടിയുള്ള ആൾക്കാർ ഹൈഡ്രോഫോബിയ. എന്ത് പാറ്റേൺ വേണമെങ്കിൽ കിട്ടും. ഇപ്പൊ ക്ലിത്രോഫോബിയ ക്ലിപ്പിട്ട് ലോക്കിട്ട് വെക്കുന്ന, ക്ലസ്ട്രോഫോബിയ റൂം ക്ലോസ് റൂം, ട്രൈഡ് ഇസ് 13 പാറ്റേൺ പാറ്റേൺ. അതായിരുന്നു എക്സാമിന് ഹൈക്കോർട്ട് ആക്സിഡൻസ് ചോദിച്ചത്. ഇലക്ട്രോഫോബിയ ഇറ്റ് ഇസ് ഇലക്ട്രോഫോബിയ ഹെന്നുമായി ബന്ധപ്പെട്ട പാറ്റേൺ. യു കൻ ഈസിലി കാണാൻ ദാറ്റ് പാറ്റേൺ. സോ പിക്ക് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അടുത്ത് നമ്മൾ ഇതിൽ കറക്റ്റായിട്ടുള്ള വേർഡ് ഏതാണ് എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. സ്പെൽ ചെക്സ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് ഹൈക്കോടതിയിൽ ചോദിക്കുന്ന കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ പ്രധാനമായി പഠിച്ചു വെക്കുക. അതായത് സ്പെല്ലുകൾ പഠിക്കുക എന്നുള്ള, സ്പെല്ല് പഠിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പാറ്റേൺ സ്പെല്ല് പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. സോ ഇതിൽ കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത് എംപറാസ്മെൻ്റ് ആണ്. കറക്റ്റ്ലി ഇതിൽ എഴുതിയിരുന്ന ബാക്കിയെല്ലാം തെറ്റാണ്. സോ ദ വേർഡ് ഈസ് കറക്റ്റ്, ഇറ്റ് ഈസ് എംപറാസ്മെൻറ്റ്. എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ സ്പെൽസ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഒരു വേർഡ് പുതുതായി പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന വേർഡ്. നമുക്ക് പാറ്റേണിൽ എളുപ്പത്തിൽ ഓർക്കാം. സി ഇവിടെ കറക്റ്റായ വേർഡ് എംബറാസ്മെന്റ് അല്ലേ, എം. സി ബാർ, എംപാർ. കണ്ടോ? ദിസ് ഇസ് സ്പ്ലിറ്റിംഗ് മെത്തേഡ്. എംപാർ. റാസ്, സ്മെന്റ്, എംബറാസ്മെന്റ്. ഇനി തെറ്റത്തില്ല. അപ്പൊ എങ്ങനെ പഠിക്കണ്ടേ? എം ബാർ റാസ് സ്മെന്റ്, എംബറാസ്മെന്റ്. കേട്ടോ? എം ബാർ റാസ് സ്മെന്റ്, എംബറാസ്മെന്റ്. ഇനി തെറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി വേർഡും കൂടി. വാല്യുവബിൾ. സി വാല്യുവബിൾ, ദിസ് ഈസ് ദ വേർഡ്. ഏബിൾ, ഏബിളുമായി ബന്ധപ്പെട്ടാണ്. സോ യു കൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. ഏബിൾ, വാല്യൂ എന്നുള്ളത്. സോ വാല്യുബിൾ, വാല്യൂബിൾ. അല്ലെ നമ്മൾ വാല്യൂ എന്ന് ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ ഈ കൂടി മൈൻഡിൽ തോന്നും. അതുകൊണ്ടാണ് വാല്യുബിൾ, വാല്യുബിൾ. സി വാല്യുബിൾ, വാല്യുബിൾ, valuable. See the word permeable. See actually the permeable, the word it is per. See the word per. Me again able. Kanda per me able, permeable. So this is the me ആണ് per me able. Word പഠിക്കാനുള്ള pattern. Well, cantankerous. Actually this word there is no a like that word in cantankerous എന്നാണ് word. ഇവിടെ സയൻസ് പ്ലീസ് cantankerous എങ്ങനെ നമുക്ക് എഴുതാം? Can, C-A-N. See this word, can. Tankerous ഇല്ല, ടാങ്ക് നമുക്ക് കിട്ടും, ടാങ്ക്, T-A-N-K, ടാങ്ക്. Well, ഇനി ear. Can, tank, er, us. O-U-S. Cantankerous, cantankerous. എന്ത് cantankerous എന്ന് വെച്ചാൽ ബാഡ് ടെമ്പർ എന്ന് പറയുന്നത്, ഭയങ്കര ദേഷ്യം വരുന്ന പറയാം. ടാങ്കർ പോലത്തെ ആണ് എൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞൊക്കെ. സി cantankerous. ഇപ്പൊ ടാങ്ക് എന്ന് പറയുന്നത് ടാങ്കർ അല്ലെ, നിങ്ങൾക്ക് ഒരുമിച്ച് ടാങ്കർ കിട്ടും, ടാങ്കർ. Cantankerous. You can easily connect that. This is splitting method. So splitting method is very very important for your examination. നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്ന പാറ്റേൺ. സോ സ്പ്ലിറ്റിംഗ് മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ പാറ്റേൺസിൽ, കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പാറ്റേൺ അവിടെ നിന്ന് വരുന്ന പാറ്റേൺ ആണ്. സോ സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സി ദോസ് പൈൽസ് ഓൺ ദ ഫ്ലോർ ആർ ന്യൂസ് പേപ്പർ ഡാഷ് ലാസ്റ്റ് ഇയർ. എനിക്ക് തോന്നുന്നു ഗ്രാമറിൽ നിന്ന് ആകെ 2 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 2 ചോദ്യങ്ങളും വളരെ സിമ്പിളായിരുന്നു. ഗ്രാമറിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു, വൊക്കാബുലറി ആയിരുന്നു ടൈറ്റ് തന്നേക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി സ്ഥിരമായി കാണും. കാരണം എന്ന് വെച്ചാൽ ഗ്രാമർ കേരള PSC-ക്കും ഉണ്ട്, SSC-ക്കും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതെല്ലാം പറ്റും, എല്ലാവർക്കും എഴുതാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് പാസിംഗ് മാർക്കിലേക്ക് പോകുക എന്നുള്ളതല്ലല്ലോ. ടോപ്പ് റാങ്കിലേക്ക് എത്തിയാലാണ് നമുക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുന്നത്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ. സോ ഗ്രാമർ, ദീസ് പൈൽസ് ഓൺ ദ ഫ്ലോർ ആർ ന്യൂസ് പേപ്പേഴ്സ് ലാസ്റ്റ് ഇയറിലെ ആണ് എന്നുള്ളത് ഓഫ് ന്യൂസ് പറയോ, 4 പറയോ, നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇറ്റ് ഇസ്
ഫ്രം ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന പാറ്റേൺ. വെൽ സോ ഫ്രം ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പാറ്റേൺ കിട്ടുന്നതാണ്. വെൽ rearrange the words numbered in the logic order sentence. ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, പാരാജംബിൾസിൽ നിന്ന് 2 തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2 പാറ്റേൺ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഓർക്കണം. കഴിഞ്ഞ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ പാരാജംബിൾസിൽ നിന്ന് 2 ചോദ്യങ്ങൾ. ആക്ച്വലി ഒരെണ്ണം നമ്മൾ പാരഗ്രാഫിനെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുമായിരുന്നു. പാരഗ്രാഫിനെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുക. ഇത് ഒരു സെന്റൻസിലെ വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യും. മറ്റേത് പാരഗ്രാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു സെന്റൻസിലെ വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുക. കോർണർ, LED, ഷേപ്പ്ലി, എ കാസ്റ്റ് ആൻഡ് വാൾ, ഇൻ ഷാഡോസ്, ഓൺ, ബൾബ്, ദ. ഇത്രയുമാണ് പാറ്റേൺ വന്നേക്കുന്നത്. കണ്ടോ? ഒരു സെന്റൻസിലെ വാക്കുകളെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ഡീലാണ്. കോർണർ, LED, ഷേപ്പ്ലി, എ കാസ്റ്റ് ആൻഡ് വാൾ, ഇൻ ഷാഡോസ്, ഓൺ, ബൾബ്, ദ. നമുക്കിതാ ഒരു വേർഡ് പാറ്റേണിൽ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 13. ഓക്കെ, നമ്മൾ പാരാജംബിൾസ് ചെയ്തപ്പോൾ ഞാൻ എന്തു പറഞ്ഞത്? പാരാജംബിൾസ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് എന്ത് പാറ്റേൺ ചെയ്യണം എന്നുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം, എല്ലാ വാക്കുകളും സെറ്റ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസിലേക്കൊക്കെ പോയാൽ സമയം ഒരുപാട് എടുക്കും. ഇത് സത്യത്തിൽ ട്രാപ്പ് ചോദ്യങ്ങളാണ്. ടൈം ട്രാപ്പിംഗ് ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ പാരാജംബിൾസിനെ പൊതുവെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ഇത് ബാങ്കിങ്ങിൻ്റെ ഒക്കെ ഒരു കോർ പരിപാടിയാണ്. ബാങ്കിങ്ങിലെ പിള്ളേർക്ക് സ്ഥിരം പണി തരുന്ന ഒന്നാണ്. ഹൈക്കോടതിയിൽ നല്ല ടൈം കഴിഞ്ഞാണ് പിള്ളേരുടെ പോയി, ഒരുപാട് ടൈം പോയി. ഇത് ചെയ്യാൻ അറിയാത്ത കുട്ടികൾക്ക് വിഷയം ഉണ്ടാവുന്ന പാറ്റേണാണ്. നമുക്ക് ആ വിഷയം ഉണ്ടാവില്ല, കാരണം നമുക്ക് ഇതിൻ്റെ ലോജിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യു വാണ്ട് ടു യൂസ് ദിസ് എലിമിനേഷൻ ടെക്നിക്. എലിമിനേഷൻ ടെക്നിക്ക് കൃത്യമായി ഉപയോഗിക്കേണ്ട പാറ്റേൺ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പേർ കിട്ടിയ ഓപ്ഷൻസ് പാറ്റേൺ നമ്മൾ വായിച്ചു നോക്കുകയാണ്. കോർണർ, LED, ഷേപ്പ്ലി, എ കാസ്റ്റ്, ആന്, വാള്, ഇന്ന്, ഷാഡോസ്, ഓണ്, ബൾബ്, ദ. ഇത്രയും സാധനം കിട്ടി ആണല്ലോ. നമ്മൾ ആദ്യം ആർട്ടിക്കിളുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആർട്ടിക്കിളുകളെങ്ങനെ മാറ്റി വെച്ചേക്കണേ. എ, ദ, ആന്. ആർട്ടിക്കിളുകൾ എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ആർട്ടിക്കിളുകൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഡെഫിനറ്റ് ആർട്ടിക്കിൾ. അപ്പം അന്ന് ആർട്ടിക്കിളിൻ്റെ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞു തന്ന്, ഇത് വെറുതെ ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യം വരും, അതുമാത്രം ഉദ്ദേശിച്ച് പഠിപ്പിക്കുന്നതല്ല, പാരാജംബിൾസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ദർ ഈസ് എ ഗേൾ, അവിടെ ഒരു പെങ്കൊച്ചുണ്ട്. ദ ഗേൾ ഹു ഈസ് സ്റ്റാൻഡിങ് ദെയർ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആ നിൽക്കണ പെങ്കൊച്ച് ഡെഫിനറ്റ് ആർട്ടിക്കിൾ. ഗേളിൻ്റെ കൂടെ എ ഉപയോഗിച്ചു, ദ ഉപയോഗിച്ചു. ആദ്യം വരുന്നത് എ ഗേൾ ആണ്, എന്നിട്ട് മാത്രമേ ദ ഗേൾ വരത്തുള്ളൂ. അതായത് ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും ഒരേ വാക്കിൽ വന്നു കഴിഞ്ഞാൽ, പാരാജംബിൾസ് പാരഗ്രാഫ് വരുന്ന സമയത്ത് സാധനം പറഞ്ഞാണ് ഞാൻ, ഒരേ വാക്കിൻ്റെ കൂടെ ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും വന്നാൽ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ. എവിടെ ആയിരിക്കും? ആദ്യം ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ. ദർ ഈസ് ആൻ എലിഫന്റ്, അവിടെ ഒരു ആനയുണ്ട്. ദർ ഈസ് ആൻ എലിഫന്റ്. ദ എലിഫന്റ് ബിലോങ്സ് ടു മഹാദേവർ ടെമ്പിൾ. ആ ആന മഹാദേവർ അമ്പലത്തിലാണ്. ദർ ഈസ് ആൻ എലിഫന്റ്, ദ എലിഫന്റ് ബിലോങ്സ് ടു മഹാദേവർ ടെമ്പിൾ. ആ ആന എന്ന് പറയുന്നത് മഹാദേവരുടെ അമ്പലത്തിലെ ആനയാണ്. ദിസ് ഈസ് ദ പാറ്റേൺ. കണ്ടോ? ആ ആന മഹാദേവരുടെ അമ്പലത്തിലാണ്. ഇങ്ങനെയാണ് നമ്മൾ അതിലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചപ്പോൾ ആൻ എന്താ, നമുക്ക് നമ്പേഴ്സ് ഒന്ന് എഴുതി. 4 ആൻ എന്തായിരുന്നു? ആൻ 6 ദ 12 നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണക്റ്റ് ആകുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. ആണല്ലോ, നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ LED ബൾബ്. എളുപ്പത്തിൽ കണക്റ്റ് ആവുന്ന വേർഡല്ലേ? ബൾബ് LED എന്ന് നമ്മൾ പറയത്തില്ല, LED ബൾബ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ LED ബൾബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, LED ബൾബ്, അതായത് 3 ബൾബ് എത്ര? 11. 3ഉം 11ഉമാണ് പെയർ. 2 അല്ലേ LED 2ആണ്. കോർണർ 1, 2ഉം 11ഉമാണ് പെയർ എന്നുള്ളത് നമുക്ക് കിട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ യു വോണ്ട് ടു ഐഡന്റിഫൈ ദ പെയർ. 2ഉം 11ഉമാണ് പെയർ. ഞാൻ എന്നിട്ട് ഓപ്ഷൻസിലേക്ക് പോകണേ, നോക്കിക്കോണേ. 2ഉം 11ഉം ഇവിടെ പെയറാണ്, ഇവിടെ പെയറാണ്. ഇവിടെ 2ഉം 11ഉം ഇല്ല. 2 ഇവിടെ കിടക്കുന്നു, 11 ഇവിടെ കിടക്കുന്നു. 8 എന്തുവാ? 8 ഓണാണ്. അപ്പോൾ എന്താ? LED ഇൻ വാളോ? നോ, ഇറ്റ് ഡസൻറ്റ് സൗണ്ട്സ് ഗുഡ്. വെൽ, അപ്പോൾ ഞാനിത് വെട്ടിക്കളഞ്ഞു.
സി 2 11. അപ്പോൾ 3 ഓപ്ഷൻസിലും 2 11 ഉണ്ട്. 3 ഓപ്ഷൻസിലും 2 11 ഉണ്ട്. വെൽ, അപ്പോൾ നമുക്കിനി ആ 3 ഓപ്ഷൻസിന്റെ പാറ്റേണുകൾ നോക്കാം. 12ാമത്തെ ലെറ്റർ ദ LED. ഓക്കെ, ദ LED ബൾബ്. ദ LED ബൾബ്. പിന്നെ എന്ത് വന്നേക്കുന്നത്? 10 ആണ്. ദ LED ബൾബ് ഓൺ. ഓക്കെ, വെൽ ദാറ്റ്സ് ഓൾസോ ഗ്രേറ്റ്. ദ LED ബൾബ് ഓൺ. 4ാമത്തത് on a. Okay, the LED bulb on a wall. Okay, the LED bulb on a wall. When cast shapely shadows. No, it doesn't sound good. In the LED wall, the LED, that doesn't sound good. Well, go for the next. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ഒന്ന് പോയേക്കാം. Well, okay, and 6, then connected is LED. An LED, well, it sounds good. Okay, an LED bulb, an LED bulb in, an LED bulb in, well, so an LED bulb in a corner. Well, great. In a corner cast. It sounds good. Well, corner cast shapely shadows and on. Well, great. On, then on the wall. Kando, it sounds good. So the second one may be the answer. നമുക്ക് എങ്ങനെയാണ് നമ്മൾ പാറ്റേൺ ചെയ്തത്? തന്നിരിക്കുന്ന വേർഡുകളിൽ നമുക്ക് പെയർ കിട്ടുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കി. സി, ഇവിടെ നമുക്ക് പെയർ കിട്ടുന്ന വാക്കുകൾ എന്ന് പറയുന്നത് കോർണർ കാസ്റ്റ് ഒരു പേരാണ്. ഏതുപോലെ ഞാൻ പറഞ്ഞു, അത് പാരാജമ്പിൾസിൽ ഞാൻ കണ്ട ഐഡിയ ആയിരിക്കില്ല നിങ്ങളുടെ ഐഡിയ വന്നേ. ഞാനിവിടെ LED ബൾബായിരുന്നു കണക്ട് ചെയ്യാൻ എടുത്തത്. കോർണർ കാസ്റ്റ്, മൂലയ്ക്ക് ഇരിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോർണർ കാസ്റ്റ്. സി, 1 5 എന്ന് പറയുന്ന പാറ്റേൺ, 1 5 എന്ന് പറയുന്നത് എന്താണ് അഡ്വാൻറ്റേജ് നോക്ക്. കോർണർ കാസ്റ്റ് LED ബൾബ് എല്ലാവരും പെയർ ചെയ്തൊരു പാറ്റേൺ ആയിരിക്കും, ആണല്ലോ. ഞാൻ പെയർ ചെയ്ത LED ബൾബ് എല്ലാവരും പെയർ ചെയ്തത്. പക്ഷേ എന്താ, നമുക്ക് 3 ഓപ്ഷൻസ് എടുക്കാൻ നമുക്ക് ഒരുപാട് സമയം പോയി. എന്നാൽ കോർണർ കാസ്റ്റ് എന്ന് പറയുന്ന വേർഡ്, കോർണർ കാസ്റ്റ് പെയർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ? കോർണർ കാസ്റ്റ് പെയർ ചെയ്താൽ 1 എത്രയാണ് കാസ്റ്റ്? 1 5. 1 5 ഒരുമിച്ച് വരുന്നേക്കുന്ന വാക്കുകൾ നോക്കി. നോ നോ നോ. കണ്ടോ? കോർണർ കാസ്റ്റ് എന്ന് പറഞ്ഞ ഒറ്റ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് പെട്ടെന്ന് തരാം. ഏതാ എളുപ്പത്തിൽ കിട്ടിയേ? 10 സെക്കൻഡ് കൊണ്ട് കോർണർ കാസ്റ്റ് എന്ന് പറയുന്ന വേർഡും കൊണ്ട് ആൻസർ കിട്ടിയെങ്കിൽ മറ്റേത് നമ്മൾ ആദ്യത്തെ ഇത്ര എലിമിനേഷൻ നടത്തി ഈ പാറ്റേണിലേക്ക് പോയി. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഓരോ തവണയും ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റേതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. നമ്മൾ പാരാജമ്പിൾസിൽ കഴിഞ്ഞ സെഷനിൽ ദിസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യുന്ന കണ്ടു. നൗൺ പ്രോനൗൺ റൂൾസ്. അപ്പം നമ്മൾ ചെയ്തു വരുന്ന പാറ്റേണിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എടുക്കുക. വെൽ, അപ്പം നമ്മൾ പ്രധാനമായിട്ടും എക്സാമിനേഷന് 2 ചോദ്യങ്ങളായിരുന്നു എന്തിൽ നിന്ന് വന്നിരുന്നത്? പാരാജമ്പിൾസിൽ നിന്ന് വന്ന്. പാരാജമ്പിൾസിലെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഡു പ്രാക്ടീസ്. താങ്ക് യു. ബൈ.